Hi everyone, this is Abin Say from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ അപ്ഡേഷൻസും ന്യൂസും റിപ്പോർട്ട്സും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം കുറേയധികം ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ സംസാരം കുറേ മനസ്സിലാവുന്നില്ല, എൻ്റെ സംസാരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മൗത്ത് അൾസേഴ്സ് വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ മോണയുടെ അറ്റത്ത് വായൻ്റെ ഉള്ളിൽ എനിക്ക് ചെറിയൊരു അൾസർ വന്നിട്ടുണ്ട്, ലിപ്സിൽ അൾസർ വന്നിട്ടുണ്ട്. മേ ബി ഈ പറഞ്ഞ ക്ലൈമറ്റിന് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ചില സമയത്ത് ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് മുട്ടി എനിക്ക് അൾസർ വരാറുണ്ട്. മൗത്ത് അൾസർ വന്ന ആൾക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ എനിക്ക് ഈ അൾസേഴ്സ് ഇവിടെ വന്നിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ പിന്നെ കുറഞ്ഞു, ഉള്ളിൽ ഇപ്പോഴും വേദനയുണ്ട്. അതാണ് ഇത്രയും സലൈവേഷൻ വരുമ്പോൾ ഞാൻ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾ സജഷൻസ് പറയാറുണ്ട്, അത് നല്ല രീതിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ വേണ്ടാത്ത രീതിയിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു അറിയാൻ പാടാത്തതുകൊണ്ടല്ല ഞാൻ പറയാത്തത്, ഞാൻ പിന്നെ വേണ്ട എന്ന് വെച്ചിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം, പക്ഷേ വെറുതെ വന്നിട്ട് ചൊറിയാൻ നിൽക്കരുത്. ഓക്കെ, ഇത് മനസ്സിലാവേണ്ട ആൾക്കാർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, എൻ്റെ വീഡിയോ ക്വാളിറ്റി, എൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ എല്ലാം ഓരോ ദിവസവും മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് സന്തോഷമുണ്ട്. സോ ബൈ ദ വേ, ഈ ഒരു ആപ്പിൾ ന്യൂസിൽ കുറേയധികം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ കാണുക. ഇതുപോലത്തെ അടിപൊളി കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. കുറച്ച് വലിയധികം എന്താ പറയുക അളവിലാണ് ഞാൻ ചിന്തിച്ചെങ്കിലും നിങ്ങളെ കൊണ്ട് അത് എനിക്ക് സാധിച്ചു തരാൻ പറ്റും. സോ എന്തായാലും ആ ഒരു കാര്യം നമുക്ക് എത്തിപ്പിടിക്കണം. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ റീൽസ് ആയിക്കോട്ടെ, പുതിയ പുതിയ വാൾപേപ്പേഴ്സ് ആയിക്കോട്ടെ, ടിപ്സ് ആയിക്കോട്ടെ, ട്രിക്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പറയാൻ പറ്റും. സോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക. ഒന്നാമത്തെ കാര്യം, അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്ഡേഷനിൽ iOS 26.3.1 എന്ന് പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് കുറേയധികം ആൾക്കാർക്ക് അപ്ഡേറ്റ് വരുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു റിപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്ത ആൾക്കാർക്ക് ഫോട്ടോസ് പോകുന്നുണ്ട് എന്നുള്ള പണി പറയുന്നുണ്ട്, ഡാറ്റാസ് മിസ്സാവുന്നുണ്ട് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങളൊരു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. കാരണം ഇതേപോലത്തെ പണികൾ പറഞ്ഞ് കേൾക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വല്ലോ ഡാറ്റയോ അതോടൊപ്പം ഫോട്ടോസൊക്കെ പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതോടൊപ്പം തന്നെ ബെയ്റ്റയുടെ, അതായത് iOS 26.4ൻ്റെ RC റിലീസ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് iOS 26.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ വരും. ഈ ഒരു അപ്ഡേറ്റിൽ അടിപൊളിയായ മാറ്റങ്ങളും ചേഞ്ചസും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അപ്ഡേഷൻ റിലീസ് ആകുമ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ ആ ഒരു കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാം. അടുത്തൊരു കാര്യം, iOS 26 കണ്ടാ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം, ക്യാമിയ റോളിൽ ഈ പറയുന്ന ഈച്ചകൾ പോകും, ഈച്ച അല്ലെങ്കിൽ കൊതുക് പോകും. രണ്ടാമത്തെ, ഇപ്പോൾ അവൻ മിണ്ടാതിരുന്ന എന്തെങ്കിലുമൊക്കെ അതെ എപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കണോ അപ്പോൾ കുറയൊക്കെ അവൻ നമ്മുടെ അല്ല, വീടിൻ്റെ അപ്പുറത്തുള്ള പട്ടിയാണ്. പക്ഷേ ഞാൻ എപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് കറക്റ്റ് സെൻസർ വെച്ചാൽ എനിക്ക് മുട്ടാറായി എന്ന് പറഞ്ഞ പോലെ അവന് കറക്റ്റ് മനസ്സിലാവും. അത് എങ്ങനെയെന്ന് എനിക്ക് പിടുത്തില്ല. എന്നാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും, എനിക്ക് അവൻ്റെ കുറേ നോക്കി എടുക്കാൻ പറ്റില്ല. അതാണ് വേറെ സാഹചര്യം. സോ iOS 27ൻ്റെ അപ്ഡേറ്റിൽ കുറച്ച് റിപ്പോർട്ട്സ് ഉണ്ട്. ഒന്നാമത്തെ, ഫോൾഡ് ഡിവൈസ് വരും എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ഫോൾഡ് ഡിവൈസിന് വേണ്ടി അല്ലെങ്കിൽ കോമ്പാക്റ്റബിൾ ആയുള്ള iOS 27 ആയിരിക്കും ആപ്പിൾ അതിൽ കാണിക്കാൻ പോകുന്നത്. ഏതിൽ? WW26. അതോടൊപ്പം തന്നെ ഈ ഒരു കൊല്ലം വരാവുന്ന അപ്ഡേഷനിൽ ആപ്പിൾ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് കുറേ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് iOS 26 ഒരു പക്ക പ്രോപ്പർ എന്താ പറയുക ഇന്നവരെ യൂസ്ഡ് അല്ലാത്ത ഒരു ലിക്വിഡ് ഗ്ലാസ് ആപ്പിൾ കൊണ്ടുവന്നു. 26.1 വന്നപ്പോൾ അതിൽ കുറച്ച് കൺട്രോൾസ് കൊണ്ടുവന്നു. 26.2
2ലേക്ക് വന്നപ്പോൾ ടിൻറ്റഡ്, ക്ലിയർ അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നു. iOS 26.4 വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഹൈലൈറ്റ് ഓപ്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മോഷൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ 27ലേക്ക് പോകുമ്പോഴത്തേക്കും പക്ക ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസിയും അതോടൊപ്പം ആ ഒരു ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും എന്നിങ്ങനെയുള്ള മാറ്റം വരെ ആപ്പിൾ കൊണ്ടുവരും എന്നിങ്ങനെ റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ പക്ക ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് 27 ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. മാക്കോസിൽ ലെപ്പേർഡ് എന്നുണ്ട്, ലെപ്പേർഡ് എന്തോ ആണെന്ന് തോന്നുന്നു. ആ ഒരു പേരിൽ മാക്കോസ് പണ്ട് മാക്കോസ് 10 ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എക്സ് എന്നാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ ആപ്പിൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്ത് മാക്കോസിൻ്റെ ഫീച്ചേഴ്സിന് പകരം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയായിരുന്നു. അതേ സെയിം കോഡ് നെയിമിലാണ് 27ഉം ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. പക്ക പ്രോപ്പറായിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഐഫോൺ 4 വരുമ്പോൾ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് ഉടുക്കും. ആ ഒരു പേടി കൊണ്ടായിരിക്കും ആപ്പിൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയായിരിക്കും. ഈ ഒരു കാര്യം ഉള്ളതാണ് നമ്മൾ കരുതി ടിം കുക്ക് ഇന്നിറങ്ങും, നാളെ ഇറങ്ങും, മറ്റന്നാൾ ഇറങ്ങും. ഇപ്പം ഈ അടുത്തൊന്നും ഇറങ്ങാൻ പോകില്ല. അതോർത്ത് മക്കൾ കഞ്ഞി വാർത്ത് വെക്കണ്ട. ആ ഒരു കഞ്ഞി വേവാനും പോകില്ല. കാരണം ടിം കുക്ക് പറയുന്നത് ആപ്പിൾ ഇല്ലാത്തൊരു ജീവിതം ടിം കുക്കിന് ആലോചിക്കാൻ പോലും വയ്യ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്തൊന്നും അങ്ങേര് ആപ്പിൾ വിട്ടു പോകാൻ ചാൻസ് ഇല്ല. മേ ബി ആപ്പിളിലെ CEO പദവിയിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ബോർഡ് ഓഫ് മെമ്പേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും പോസ്റ്റിൽ പുള്ളിക്കാരനുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേയധികം കാര്യങ്ങളും അതോടൊപ്പം കുറേയധികം അധികാരങ്ങളും ടിം കുക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും ഇനി വരാൻ പോകുന്ന കൊല്ലത്തിലും നമുക്ക് കാണാൻ പോകുന്നത്. വേറൊരു കാര്യം, ഐഫോൺ ഫോൾഡിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ ഒരു കൊല്ലം തന്നെ ഐഫോൺ 18 Pro സീരീസിൽ നമുക്ക് ഒന്നെങ്കിൽ ഡാർക്ക് റെഡ് കളർ അല്ലെങ്കിൽ ബർഗണ്ടി കളറിൽ ഒരു ഐഫോൺ 18 Pro റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കൊല്ലം ഞാൻ ഒന്നും കൂടെ ബ്രീഫ് ചെയ്ത് അതിൻ്റെ എന്താ പറയുക റോഡ് മാപ്പ് പറയുകയാണെങ്കിൽ സെപ്റ്റംബറിൽ നമുക്ക് ആകെ 3 ഫോണേ കിട്ടുള്ളൂ. ഒന്ന് 18 Pro, 18 Pro Max, ഈ 2 ഡിവൈസ് 2 ആയില്ലേ. മൂന്നാമത്തെ ഐഫോൺ ഫോൾഡ്. ഈ 3 ഫോൺ അല്ലാതെ വേറെ ഒരു 18 എന്നുള്ള സീരീസിലെ ഫോൺ നോൺ പ്രോ സീരീസിലെ ഫോൺ കാണില്ല. അതെപ്പോൾ വരും? ഇപ്പോൾ 17E ഇറങ്ങിയില്ലേ മാർച്ചൊക്കെ ആയപ്പോൾ. അതേപോലെ തന്നെ അടുത്ത കൊല്ലം 2027 മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഐഫോൺ 18E എന്നുള്ള പേരിലായിരിക്കും ഡിവൈസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം പ്രോ സീരീസും ലക്സുറി സീരീസും, അത് കഴിഞ്ഞിട്ട് ബേസ് സീരീസ്. കാരണം ആപ്പിളിന് സെയിൽസ് കുറച്ചും കൂടെ കറക്റ്റ് ഫ്ലോയിൽ കൊണ്ടുപോകാൻ ഇതാണ് കറക്റ്റ് സ്ട്രാറ്റജി. അത് ഇനി ആപ്പിൾ കറക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആപ്പിൾ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്തു. അതാണ് ആപ്പിൾ എയർപോഡ് മാക്സ് 2nd ജനറേഷൻ എന്ന് പറയുന്നത്. കളേഴ്സിൽ ഡിഫറൻസ് ഇല്ല, അതോടൊപ്പം പ്രൈസിൽ ചേഞ്ച് ഇല്ല, വെയിറ്റിൽ ചേഞ്ചേ ഇല്ല, സെയിം വെയിറ്റ്, ഒരു ഇച്ചിരി പോലും കുറഞ്ഞിട്ടില്ല. പേടിക്കണ്ട, നല്ല രീതിക്ക് ആ സെയിം വെയിറ്റ് തന്നെ ആപ്പിൾ ക്യാരി ചെയ്യുന്നുണ്ട്. അതിനെക്കാട്ടും വെയിറ്റ് കുറയുമെന്ന് ഞാൻ കരുതിയായിരുന്നു. എന്നെപ്പോലെ കുറേ ടെക് എന്തൂസിയാസ്റ്റ് കരുതിയായിരുന്നു. എവിടെ ഒന്നും അറിയിട്ടില്ല. പക്ഷേ H2 എന്നുള്ള ചിപ്സെറ്റ് വന്നപ്പോഴത്തേക്കും H2 ഈ പറഞ്ഞ ചിപ്സെറ്റ് വന്നപ്പോഴത്തേക്കും ആപ്പിളിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഇമ്പ്രൂവ് ആയി, അതോടൊപ്പം ട്രാൻസ്പെറൻസി മോണിറ്ററും ഇമ്പ്രൂവ് ആയി, അഡാപ്റ്റീവ് ഓഡിയോ ഇമ്പ്രൂവ് ആയി, നമുക്ക് അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലൈവ് ട്രാൻസ്ലേഷൻ എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ ഈ ഒരു ഹെഡ്ഫോൺസിൽ വന്നിട്ടുണ്ട്. ഞാൻ കരുതിയത് ആ ഒരു സ്മാർട്ട് കേസ് എങ്ങനെ മാറും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അതും മാറിയിട്ടില്ല. ഒരു ബട്ടൺ വെച്ചാൽ എങ്ങനെ അതിൻ്റെ മെന വരും. അതാ ആ ബാഗിലിട്ടോണ്ടും പോകുന്ന ആ ഒരു എന്താ പറയുക കേസിലിട്ടോണ്ടും പോകുന്നൊരു കാര്യം ഒഴിച്ച് വെയിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം കൊള്ളാം. ടോപ്പ് നോച്ചാണ് എയർപോഡ് മാക്സ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ട് പറയാണ്. പക്ഷേ ആ കേസ് വെയിറ്റും. നിങ്ങൾ 1 മണിക്കൂർ ജിമ്മിൽ പോണ ഒരാൾക്ക് ആളാണെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് വെച്ച് എഡിറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ഫ്ലൈറ്റിന് പോകുമ്പോൾ ഒരു 2-2.5-3 മണിക്കൂറിൻ്റെ സിനിമ കാണാം. ദുരന്തരൊന്നും കാണാനേ വിചാരിക്കില്ല. മുട്ടൻ ദുരന്തമായി പോകും നിങ്ങളുടെ ചെയ്തിട്ടില്ലേ. അത്ര വെയിറ്റ് ഉണ്ട് ആ സാധനത്തിന്. പെടലിൽ ഇവിടേക്കില്ലേ കഴച്ചു പോകും. അതുകൊണ്ട് വെയിറ്റ് കുറച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒരു 350 ഗ്രാം അങ്ങനെയൊക്കെ കുറച്ച് റേറ്റ് കുറച്ച് തന്നെ അല്ലെങ്കിൽ വെയിറ്റ് കുറച്ച് തന്നെ സമാധാനമായിട്ടിരുന്ന് കാണാം. ആ പറയുന്ന സിനിമയൊക്കെ എൻജോയ് ചെയ്യാം. സംഭവം ശരിയാണ്, പക്ഷെ വെയിറ്റ് ഉണ്ട്. അടുത്തൊരു കാര്യം, സന്തോഷമുള്ളൊരു കാര്യം, വീഡിയോ എഡിറ്റേഴ്സിന്, അതായത് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, പ്രൊഫഷണലായിട്ട് സിനിമ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ,
നിങ്ങൾ മോഷൻ VFX എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പ്ലഗിൻസ് ആയിക്കോട്ടെ, അസറ്റ്സ് ആയിക്കോട്ടെ, സൗണ്ട്സിൻ്റെ കുറേ ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം തരുന്നൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആയിരുന്നു മോഷൻ VFX എന്ന് പറയുന്നത്. മോഷൻ VFX ആപ്പിൾ അങ്ങ് വാങ്ങിച്ചു. അതായത് സിമ്പിളായിട്ടൊരു അണ്ടർലൈനിൽ പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് പ്രോ, മോഷൻ എന്നീ പറഞ്ഞ സാധനങ്ങൾക്ക് എല്ലാത്തിനും ഇനി ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. കാരണം മോഷൻ VFXൻ്റെ കുറേ പ്ലഗിൻസ് ഈ പറയുന്ന ക്രിയേറ്റർ സ്റ്റുഡിയോ, മനസ്സിലായോ? ക്രിയേറ്റർ സ്റ്റുഡിയോ ആണെങ്കിൽ കാശ് എടുക്കണം, മോഷൻ VFXന് കാശ് എടുക്കണം. സോ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കോറിലേറ്റ് ചെയ്തതിനാൽ ആസ് എ വീഡിയോ എഡിറ്റർ, ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ നിങ്ങൾക്ക് മോഷൻ VFXൻ്റെ പ്ലഗിൻസും ബാക്കി കാര്യങ്ങളും ഇനി അവരുടെ ഫുൾ ടീമായിരിക്കും ആപ്പിൾ വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ വരാനുണ്ട്. സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനം ഫ്രീ ആയിട്ട് കിട്ടിയ സന്തോഷം അല്ല, ഇതേപോലെ തന്നെ പേയ്മെൻറ്റും അതോടൊപ്പം സബ്സ്ക്രിപ്ഷൻ എടുക്കാനാണെങ്കിൽ അതിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആകെ തോന്നുന്നത് ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ വരുമ്പോൾ ആപ്പിളിൻ്റെതായ കുറേ നെയ്പ്പണിയും ആപ്പിളിൻ്റെ കുറച്ച് സിങ്കർണൈസേഷനും ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അവർ ഫ്രീ ആക്കട്ടെ, ആപ്പിൾ യൂസേഴ്സിന് ഫ്രീ ആക്കി തരട്ടെ. അല്ല, ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം, ഞാനൊരു ഫോട്ടോ കണ്ടു. അതിൽ iOS 27 വരുന്ന ക്യാമറയുടെ ഒരു ലേ ഔട്ടാണ് കണ്ടത്. സംഭവം കാണാൻ കൊള്ളാം, പക്ഷേ ഈ ഒരു എക്സ്പെക്ടേഷനിലിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ആ ഒരു ഓപ്ഷൻ എനേബിൾ ആവുക. ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ഫുൾ സ്ക്രീൻ ഇട്ടെടുത്ത ഫോട്ടോസ് അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ ക്യാമറ ഓപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു സംഭവം കാണാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല രീതിക്ക് ആ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ആ ഒരു ക്യാമറ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസിൽ ഞാൻ നിങ്ങളായിട്ട് പറയണം, ഷെയർ ചെയ്യണം എന്നുദ്ദേശിച്ച കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ അഭിപ്രായം തൊട്ടത് കമൻറ്റ് ചെയ്യുക. കാരണം ആ ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി എൻ്റെ വീഡിയോ അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. കാരണം ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കും കൂടെ ഹെൽപ്ഫുൾ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഐഡിയോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഒന്നും പറ്റുമൊന്നുമില്ല. പക്ഷേ ഛേദമില്ലാത്തൊരു ഉപകാരമാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ല കോണ്ടൻറ്റ്സ് കിട്ടും, നിങ്ങൾക്ക് ക്വാളിറ്റി ആയുള്ള കോണ്ടൻറ്റ്സ് കാണാൻ പറ്റും, എല്ലാ ആപ്പിൾ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഏറ്റവും അധികം അറിയാൻ പറ്റും. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ വാൾപേപ്പേഴ്സ്, ന്യൂസ്, റീൽസ് എല്ലാ കാര്യങ്ങളും അവിടെയും പറയാൻ പറ്റും. ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഇസ് ജെബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.